1 ശമൂവേൽ 2:7. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. ഇത് ഹന്നായുടെ ഒരു ഹൃദയസ്പർശിയായ സ്തുതിഗീതമാണ്. ഹന്നായിക്ക് മക്കളില്ലായിരുന്നു. അവളുടെ ഭർത്താവായ എൽക്കാനയ്ക്ക് പെനീന എന്ന മറ്റൊരു ഭാര്യയും ഉണ്ടായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നു താനും. ഹന്ന ദൈവാലയത്തിൽ പോയി ദൈവത്തോട് ഹൃദയ തകർച്ചയോടെ പ്രാർത്ഥിച്ചു. തൻ്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്നു. ദൈവം ഹന്നായുടെ പ്രാർത്ഥന കേട്ട് ഒരു ആൺപൈതലിനെ നൽകി. പിന്നീട് ദാൻ മുതൽ ബേർശേബ വരെ വിശ്വസ്ത പ്രവാചകനായി തീർന്ന ശമൂവേലായിരുന്നു ആ ബാലൻ. ബാലനായിരുന്ന ശമൂവേലിനെ ദൈവാലയത്തിൽ ദൈവവേലയ്ക്കായി സമർപ്പിച്ചതിന് ശേഷം ഹന്ന പാടിയ സ്തുതിഗീതമാണിത്. മനുഷ്യൻ്റെ സാമ്പത്തികാവസ്ഥയും സാമൂഹിക പദവിയും നിശ്ചയിക്കുന്നത് ദൈവമാണെന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. ദരിദ്രരെ സമ്പന്നരാക്കുവാനും താഴ്ചയിലായിരിക്കുന്നവരെ ഉയർത്തുകയും ഉയർച്ചയിൽ ഇരിക്കുന്നവരെ താഴ്ത്തുവാനും ദൈവത്തിന് സാധിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഹന്നായ്ക്ക് മക്കളില്ല എന്ന ദാരിദ്ര്യമായിരുന്നു. എന്നാൽ ദൈവം ശമൂവേൽ ബാലൻ കൂടാതെ വേറെയും 5 മക്കളെ നൽകി ഹന്നായെ സമ്പന്നയാക്കി. അവൾ സമൂഹത്തിലും ഭവനത്തിലുമൊക്കെ നിന്ദയും അപമാനവും ഏറ്റ് താഴ്ചയിലായിരുന്നു. എന്നാൽ ദൈവം ഹന്നായെ ഉയർത്തി. ദരിദ്രനെ പൊടിയിൽ നിന്ന് അവൻ്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് ഉയർത്തി നിവർന്ന് നിൽക്കുമാറാക്കുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. കുപ്പയിൽ കിടക്കുന്ന വ്യക്തിയെ ദൈവം ഉയർത്തിയാൽ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുമാറാക്കും. നമ്മുടെ ദാരിദ്ര്യം താഴ്ച പല മേഖലകളിലാകാം. പുത്രസമ്പത്തിൽ, സാമ്പത്തികത്തിൽ, ആരോഗ്യത്തിൽ, സമാധാനത്തിൽ, സന്തോഷത്തിൽ ഒക്കെയാകാം. എന്നാൽ ദൈവസന്നിധിയിൽ നമ്മൾ ഹൃദയത്തെ പകരുമ്പോൾ ദൈവം നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തുന്നു. സങ്കീർത്തനം 75:7 ദൈവം ന്യായാധിപതിയാകുന്നു, അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു എന്ന് നാം വായിക്കുന്നു. നമ്മൾ ദാരിദ്ര്യത്തിൽ ആണോ? സമ്പന്നനാക്കാൻ, ഐശ്വര്യം നൽകാൻ നമ്മുടെ ദൈവം തയ്യാറാണ്. നമ്മൾ താഴ്ചയിലാണോ? ഉയർത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. എന്നാൽ നമ്മുടെ നേട്ടങ്ങളിൽ നാം ഒരിക്കലും അഹങ്കരിക്കുവാൻ പാടില്ല. കാരണം ഉയർച്ചയും താഴ്ചയുമൊക്കെ ദൈവകരങ്ങളിലാണ്. അതുകൊണ്ട് ദൈവിക സാന്നിധ്യത്തിൽ ദൈവകരങ്ങളിൽ നമുക്ക് അമർന്നിരിക്കാം. അതാണ് ഏറ്റവും നല്ലത്. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങയുടെ സർവാധികാരത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.